കോൺഗ്രസിൽ മന്ത്രിസഭാ രൂപീകരണം കീറാമുട്ടിയാകുന്നു. മന്ത്രിസ്ഥാനം തന്നെ വേണമെന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടായെന്നും നേതൃത്വത്തോട് കടുപ്പിച്ച് പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതേസമയം ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാനാകില്ല എന്നാണ് KC വിഭാഗത്തിന്റെ നിലപാട്. മാത്യു കുഴൽനാടനെ പരിഗണിക്കണമെന്നും KC പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സ്പീക്കർ പദവിയിൽ VT ബൽറാമിനെ പരിഗണിക്കണമെന്ന് VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഏറെക്കുറെ ഉറപ്പിച്ച പേരായിരുന്നു ചാണ്ടിയുടേത്. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുകയാണ് എങ്കിൽ ചാണ്ടി ഉമ്മന്റെ സാധ്യത മങ്ങുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. VT ബൽറാമിന്റെ പേര് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ല. സ്പീക്കർ പദവിയിലേക്ക് ഇപ്പോൾ സതീശൻ VT ബൽറാമിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ ഒപ്പം ഉണ്ടാകണമെന്ന് VD സതീശനും വിചാരിക്കുന്നുണ്ടാകുമല്ലോ. അത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ ഒന്നിൽ കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടുന്നത് സ്വാഭാവികം. അങ്ങനെയാണ് ആദ്യം ഷാനിമോൾ ഉസ്മാന്റെ പേര് ഉയർത്തിയത്, M വിൻസെന്റിന്റെ പേര് ഉയർത്തി, പിന്നീട് ഏറ്റവും ഒടുവിൽ VT ബൽറാമിന്റെ പേര് കൂടി ഉയർത്തിക്കാട്ടുകയാണ്. നേരത്തെ കോങ്ങാട് നിന്നും വിജയിച്ച KA തുളസിയെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം VD സതീശൻ ശക്തമായി ഉയർത്തിയിരുന്നു. M വിൻസെന്റിനെ പരിഗണിച്ചിട്ടില്ല. പിന്നീട് മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചില്ലെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാൻ വേണ്ടി തീരുമാനമെടുത്തെങ്കിലും ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്ത പുറത്തു വന്നതോടെ എതിർപ്പ് പ്രകടിപ്പിച്ചു. തന്നെ സ്പീക്കർ പദവിയിൽ പരിഗണിക്കേണ്ടതില്ല, തനിക്ക് മന്ത്രിസഭയിൽ അംഗമായാൽ മതി, താൻ മന്ത്രിസഭയിലേക്കാണ് താല്പര്യപ്പെടുന്നത് എന്നറിയിച്ചു. ഏറ്റവും മുതിർന്ന നിയമസഭാ അംഗവും പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസ് നേതൃത്വം വെട്ടിലാവുകയാണ്. കാരണം മന്ത്രി പദവികളുടെ എണ്ണം കുറവാണ്. 11 മന്ത്രിമാരാണ്. 12-ൽ 1 മുഖ്യമന്ത്രി കഴിഞ്ഞാൽ 11 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കഴിയുമ്പോൾ ഇനി 1-2 മന്ത്രി പദവി മാത്രമാണ് അതിൽ തീരുമാനമെടുക്കാനുള്ളത്. അതിലൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുമ്പോൾ ചാണ്ടി ഉമ്മൻ പുറത്തേക്ക് പോകേണ്ടി വരും. പക്ഷെ അതിന് KC വേണുഗോപാൽ വിഭാഗം അനുവദിക്കുകയുമില്ല. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഏക പ്രതിനിധി കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ശ്രീ ചാണ്ടി ഉമ്മൻ അങ്ങ് ഇന്നലെ പറഞ്ഞത് പാർട്ടി തീരുമാനമാണ്, പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഉറപ്പിച്ച പേരാണെന്നാണ് കേട്ടത്. ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എങ്ങനെ എന്ന് പറയാമോ? ഞാൻ എങ്ങനെ പറയും? ഇതെല്ലാം നിങ്ങൾ പറയുന്നതല്ലേ. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ. പാർട്ടിക്ക് ആരെ വേണമെങ്കിലും എടുക്കാമല്ലോ. അത് പാർട്ടിയുടെ തീരുമാനം, പാർട്ടി റൈറ്റ്. അത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഞാൻ എങ്ങനെയാണ് ഇതൊരു കമന്റ് പറയുക? അല്ല, അങ്ങനെ ഒരു കമന്റ് പറയണമെന്ന് ഉള്ളതല്ല. അങ്ങ് ഇന്നലെ പറഞ്ഞതടക്കം വളരെ ബഹുമാനത്തോടു കൂടി മാത്രം കേൾക്കാൻ കഴിയുന്ന നിലപാടാണ് ശ്രീ ചാണ്ടി ഉമ്മൻ. പാർട്ടിയുടെ നിലപാട് എന്റെ നിലപാട്, അതാണ് എന്റെ നിലപാട്. ഇപ്പൊ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നാണ് വാർത്തകൾ. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അതെല്ലാം നിങ്ങളുടെ വാർത്തകളാണ്. നിങ്ങൾ ഇന്നലെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമന്റ് ചെയ്യില്ല. കാരണം പാർട്ടി ആരെ വേണമെങ്കിലും സീനിയർ ലീഡേഴ്സ് എല്ലാരും പരിഗണിച്ച് ആരെ വേണമെങ്കിലും ഉൾപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം സർവാത്മന ഞാൻ സ്വീകരിക്കും. ശ്രീ ചാണ്ടി ഉമ്മൻ, അതായത് ഒരു ക്ലെയിമും മുന്നോട്ട് വെക്കാൻ ശ്രീ ചാണ്ടി ഉമ്മൻ ഈ ഘട്ടത്തിലും ഇല്ല. പാർട്ടിയാണ് വലുത്. പാർട്ടിക്ക് ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള സ്റ്റാൻഡാണ് എനിക്കുള്ളത്. അന്തിമ തീരുമാനം എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്? അത് അറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ശരി, വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹം ഒരു ക്ലെയിമും മുന്നോട്ട് വെക്കാനില്ല. ഇന്നലെ പോലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വളരെ സജീവമായി നമ്മൾ എത്രയോ നേതാക്കളെ കാണുന്നുണ്ട്. അവനവന്റെ സാധ്യതകൾ, അവനവന്റെ അനുഭവ പരിചയം, എല്ലാ കാര്യങ്ങളും സാമുദായിക പരിസരം എല്ലാം എടുത്തു പറഞ്ഞ മന്ത്രിയാക്കണമെന്ന് തുറന്നു പറയുന്ന ആളുകളെ വരെയും കാണുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ അക്കാര്യത്തിലുള്ള യാതൊരു അഭിപ്രായ പ്രകടനങ്ങൾക്കും തയ്യാറല്ല. ഇന്നലെ പോലും പറഞ്ഞത് മന്ത്രിയാക്കിയാലും ഇല്ല എങ്കിലും ഒരുപോലെയാണ് എന്നുള്ളത് തന്നെയാണ്. ആ നില തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, ചാണ്ടി ഉമ്മൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ക്ലെയിമും ഒരു അവകാശവാദവും മുന്നോട്ട് വെക്കാൻ തയ്യാറല്ല, പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. എപ്പോൾ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ KPCC അധ്യക്ഷനും ദീപാദാസ് മുൻഷിയും ഒക്കെ ആ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതുപോലും അദ്ദേഹം ഉറപ്പിച്ചു പറയാൻ തയ്യാറുമല്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. സ്പീക്കർ പദവിയിലേക്കാണെങ്കിൽ പരിഗണിക്കേണ്ടതില്ല എന്ന നില തന്നെ സ്വീകരിച്ചിരിക്കുന്നു. മധു, അങ്ങനെ തന്നെയാണ്. സ്പീക്കർ പദവിയിലേക്ക് തനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു കഴിഞ്ഞു. സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന്റെ പക്വത, അതൊക്കെ കൊണ്ടാണ് സ്പീക്കർ പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിഗണിക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും
ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാൻ രമേശ് ചെന്നിത്തല വിഭാഗവും KC വേണുഗോപാൽ വിഭാഗവും അനുവദിക്കില്ല. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു കടപ്പാട്, അതിനപ്പുറത്തേക്ക് ചാണ്ടി ഉമ്മൻ MLA എന്ന നിലയിൽ നടത്തിയ പെർഫോമൻസ്, ഏറ്റവും മികച്ച യുവ MLA, ലളിതമായ ജീവിതം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചാണ്ടി ഉമ്മന് അനുകൂലമാണ്. ചാണ്ടി ഉമ്മനാണെങ്കിൽ വലിയ രീതിയിൽ ഈ അവകാശ തർക്കങ്ങൾക്കിടയിൽ ക്ലെയിം വെക്കാത്ത ഒരാൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് നൽകുന്ന ഒരു മോശം സന്ദേശം കൂടിയാണല്ലോ. അത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അല്പം മുമ്പ് പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാൻ അനുവദിക്കില്ല, മറ്റാരെ ഒഴിവാക്കിയാലും ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ വേണമെന്ന ഒരു നിലപാട്. ചാണ്ടി ഉമ്മന് സ്പോർട്സ് യുവജന ക്ഷേമകാര്യ വകുപ്പ് ഉൾപ്പെടെ നൽകാനുള്ള ആലോചന വരെ KPCC എടുത്താണ്. അവസാന ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ ചെക്ക് വെക്കുന്നത്. ആ ചെക്ക് വെച്ചപ്പോൾ അതിന് നേതൃത്വം വഴങ്ങുമോ എന്നത് പ്രധാനമാണ്. പക്ഷേ അതിൽ ഹൈക്കമാൻഡിൻ്റെ ഒക്കെ അഭിപ്രായം പ്രധാനവുമാണ്. ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ പദവിയിൽ നിർത്തിക്കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനമൊക്കെ കൃത്യമായി അത് ഏകോപിപ്പിക്കാൻ എളുപ്പമായിരിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതിനിടയിലാണ് KC പക്ഷേ ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ പേര് കൂടി ഉയർത്തിക്കാണിക്കുന്നത്. ഇടയിൽ കോങ്ങാട് നിന്ന് വിജയിച്ച KA തുളസിയെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. VD സതീശനാണ് അങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയത്. കാരണം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. കാരണം ഓരോ വിഭാഗങ്ങൾ അവരുടെ ചേർന്ന് നിൽക്കുന്നവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അതിൽ രമേശ് ചെന്നിത്തല ഉയർത്തിയ അൻവർ സാദത്ത്, അതേപോലെ IC ബാലകൃഷ്ണൻ, അവരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ആ കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നുണ്ട്. പരമാവധി ശ്രമം തുടരുകയാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ. അതിനിടയിലാണ് ഇങ്ങനെ മറ്റൊരു വെല്ലുവിളി കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന് ആവശ്യം വരുന്നു. VT ബൽറാമിനെ സ്പീക്കറാക്കണമെന്ന് VD സതീശനും ആവശ്യം ഉയർത്തുകയാണ്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരിമോഹൻ KPCCയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, ഇറാമുട്ടിയായ ഒരു ചർച്ച പുരോഗമിക്കുകയാണ്. ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒന്ന് എന്ന നിലയ്ക്ക് അവകാശവാദങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇതുവരെ ഇല്ലാത്ത പേരുകൾ വരുന്നു, ഇതുവരെ കേട്ട പേരുകൾ ഒഴിവാക്കപ്പെടുന്നു. ചർച്ച എങ്ങനെ തുടരുന്നു? അത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കീറാമുട്ടിയായി ഉഭയകക്ഷി ചർച്ച മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി ചില തർക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം, പ്രത്യേകിച്ച് ഘടകകക്ഷികൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരായി ഇതിനോടകം ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ട ആളുകളുടെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചില തർക്കങ്ങളും അവകാശവാദങ്ങളും ഒക്കെ വരുന്നത്. ഈ സാമുദായിക സമവാക്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാമുദായിക സമവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ വിജയിച്ചു വന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓർത്തഡോക്സ് വിഭാഗക്കാരായിട്ടുള്ള രണ്ട് ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ചാണ്ടി ഉമ്മനും മറ്റൊന്ന് അബിൻ വർക്കിയുമാണ്. അബിൻ വർക്കിയുടെ പേര് എന്തായാലും നിലവിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടില്ല, മറ്റു ചില പേരുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ KC പക്ഷവും RC പക്ഷവും ഒരേ നിലയ്ക്ക് തന്നെ പിന്തുണയ്ക്കാൻ എല്ലാ തരത്തിലുള്ള സാധ്യതയുമുള്ള ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിലനിർത്തണം അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ പേരിനെ എത്രത്തോളം വെട്ടാൻ കഴിയും എന്നുള്ളത് സംശയമാണ്. മാത്രമല്ല നേരത്തെ റോഷി ചൂണ്ടിക്കാണിച്ചതുപോലെ മാത്യു കുഴൽനാടന്റെ പേരിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ ചർച്ചകളിലൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന് അനൂപ് ജേക്കബ് ടൈം വ്യവസ്ഥയാണെങ്കിൽ പോലും മന്ത്രിയാകും. പക്ഷേ അങ്ങനെ ആവുമ്പോൾ രണ്ട് യാക്കോബായ വിഭാഗക്കാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്യുവിന്റെ പേരിനുള്ള സാധ്യതകൾ അടയുന്നു എന്നുള്ളൊരു സംശയം കൂടി ഈ ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചകളിലെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് KC വിഭാഗം തങ്ങളുടെ ക്ലെയിം, അതായത് മന്ത്രിസ്ഥാനത്തേക്ക് തങ്ങൾ പറഞ്ഞിട്ടുള്ള പേരുകൾക്ക് പുറമെ ചാണ്ടി ഉമ്മന്റെ പേര് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്നതല്ല ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് അവർ ആ പേര് മുന്നോട്ട് വെക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും ചർച്ച കഴിഞ്ഞ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പ്രതികരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം